150-ലേറെ വർഷങ്ങൾക്ക് മുൻപ് ഇംഗ്ലണ്ടിലെ ഒരു ചെറിയ ഗ്രാമത്തിൽ തോക്കുകൾ നിർമ്മിച്ചു തുടങ്ങിയ ഒരു കമ്പനി ഇന്നെങ്ങനെയാണ് ഓരോ മലയാളി യുവാവിൻ്റെയും സിരകളിലോടുന്ന ആവേശമായി മാറിയത്? ആ ഇടിമുഴക്കം പോലുള്ള ശബ്ദം, അതാണ് റോയൽ എൻഫീൽഡ്. പക്ഷേ ഇന്ന് നമ്മൾ കാണുന്ന ഈ പ്രതാപത്തിന് പിന്നിൽ തകർച്ചയുടെയും ലേലത്തിന് വെക്കപ്പെട്ട അവസ്ഥയുടെയും ഒടുവിൽ ഒരു ഫീനിക്സ് പക്ഷിയെപ്പോലെയുള്ള തിരിച്ചുവരവിൻ്റെയും വലിയൊരു പോരാട്ട കഥയുണ്ട്. കഥ തുടങ്ങുന്നത് 1950-കളിലാണ്. ഹിമാലയൻ അതിർത്തികളിലെ കഠിനമായ മഞ്ഞിലും ദുർഘടമായ പാതകളിലും പതറാതെ പായുന്ന ഒരു കരുത്തനെ ഇന്ത്യൻ സൈന്യത്തിന് ആവശ്യമായിരുന്നു. അങ്ങനെയാണ് കടൽ കടന്ന് ബുള്ളറ്റ് ഇന്ത്യയിലെത്തുന്നത്. മദ്രാസ് മോട്ടോഴ്സുമായി ചേർന്ന് ചെന്നൈയിൽ അസംബ്ലിംഗ് തുടങ്ങിയതോടെ ഈ ബ്രിട്ടീഷ് രാജകുമാരൻ പതുക്കെ ഒരു ഇന്ത്യൻ പടക്കുതിരയായി മാറി. എന്നാൽ 1970-കളിൽ ഇംഗ്ലണ്ടിലെ മാതൃ കമ്പനി പൂട്ടിയതോടെ ഈ പാരമ്പര്യം കെടാതെ സൂക്ഷിക്കാനുള്ള നിയോഗം ചെന്നൈയിലെ പ്ലാന്റിനായി. ദശകങ്ങളോളം ഇന്ത്യൻ റോഡുകളിലെ രാജാവായി ബുള്ളറ്റ് വാണു. എന്നാൽ 90-കളുടെ അവസാനമായപ്പോഴേക്കും കഥ മാറി. ജാപ്പനീസ് കമ്പനികളായ ഹോണ്ടയും യമഹയും മൈലേജ് നൽകുന്ന ഭാരം കുറഞ്ഞ ബൈക്കുകളുമായി വിപണി കീഴടക്കി. കമ്പനി വിൽക്കാൻ ഐഷർ ഗ്രൂപ്പ് തീരുമാനിച്ചു. ആസ്തികൾ ലേലത്തിന് വെക്കാൻ ബോർഡ് മെമ്പേഴ്സ് തയ്യാറെടുത്തു. അവിടെയാണ് ഈ കഥയിലെ ക്ലൈമാക്സ് തുടങ്ങുന്നത്. ഐഷർ സാമ്രാജ്യത്തിൻ്റെ അവകാശിയായ വെറും 26 വയസ്സുകാരനായ ഒരു യുവാവ് ആ ബോർഡ് മീറ്റിംഗിൽ എഴുന്നേറ്റ് നിന്നു. മുതിർന്ന അംഗങ്ങളുടെ പരിഹാസ ചിരികൾക്കിടയിൽ സിദ്ധാർത്ഥ് ലാൽ എന്ന ആ യുവാവ് ഉറച്ച സ്വരത്തിൽ പറഞ്ഞു, ഇല്ല, ഈ കമ്പനി നമ്മൾ വിൽക്കുന്നില്ല. എനിക്ക് വെറും 2 വർഷം തരൂ. ഞാനിതിനെ ലോകത്തിൻ്റെ നെറുകയിലെത്തിക്കാം. അദ്ദേഹം തൻ്റെ AC ക്യാബിൻ ഉപേക്ഷിച്ച് ഒരു ബുള്ളറ്റും എടുത്ത് ഇന്ത്യയുടെ ഗ്രാമങ്ങളിലൂടെയും മലനിരകളിലൂടെയും യാത്ര തിരിച്ചു. സാധാരണ ബൈക്ക് പ്രേമികളുടെ മനസ്സ് അദ്ദേഹം നേരിട്ട് വായിച്ചു. അദ്ദേഹം വരുത്തിയ മാറ്റങ്ങൾ വിപ്ലവകരമായിരുന്നു. എൻജിൻ പരിഷ്കരിക്കുമ്പോഴും ബുള്ളറ്റിൻ്റെ ഐക്കോണിക് തമ്പ് മാറ്റാൻ അദ്ദേഹം സമ്മതിച്ചില്ല. കാരണം അതായിരുന്നു എൻഫീൽഡിൻ്റെ ഹൃദയമിടിപ്പ്. ലോക നിലവാരത്തിലേക്ക് ഉയരാൻ വലതുവശത്തുണ്ടായിരുന്ന ഗിയർ പെഡൽ അദ്ദേഹം ഇടതുവശത്തേക്ക് മാറ്റി. അതോടെ റോയൽ എൻഫീൽഡ് ലോകത്തിന് മുഴുവൻ വഴങ്ങുന്ന ഒന്നായി മാറി. ബൈക്ക് ഓടിക്കുന്നവരിൽ ഒരു രാജകീയ പ്രൗഢി അദ്ദേഹം കുത്തിവെച്ചു. ഇതൊരു ബൈക്കല്ല, ഇതൊരു വികാരമാണ് എന്ന് അദ്ദേഹം യുവാക്കളെ വിശ്വസിപ്പിച്ചു. 2010-ൽ സിദ്ധാർത്ഥ് ലാൽ അവതരിപ്പിച്ച ക്ലാസിക് 350 ഇന്ത്യൻ വിപണിയെ പിടിച്ചുലച്ചു. വണ്ടി ബുക്ക് ചെയ്താൽ മാസങ്ങളോളം കാത്തിരിക്കേണ്ടി വരുന്ന ആ പഴയ പ്രതാപം എൻഫീൽഡിന് തിരിച്ചു വന്നു. ഇന്ന് 2026-ൽ എത്തി നിൽക്കുമ്പോൾ സിദ്ധാർത്ഥ് ലാലിൻ്റെ ദീർഘവീക്ഷണം റോയൽ എൻഫീൽഡിനെ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ മിഡ് സൈസ് ബൈക്ക് നിർമ്മാതാക്കളാക്കി മാറ്റിയിരിക്കുന്നു.